4 രൂപ കിട്ടിയാൽ നക്കിയെടുക്കും. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ടോ? ഈ ചോദ്യങ്ങളുമായി വീണ്ടും CPM-നെ പൊളിച്ചെടുക്കുകയാണ് PK ബഷീർ MLA. UDF വയനാട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ബഷീർ MLA CPM-ന് വയറ് നിറച്ചു കൊടുത്തത്. PM ശ്രീയിൽ ഒപ്പിട്ടതുകൊണ്ട് ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ സംഘപരിവാറിന് ഒപ്പിട്ട് നൽകി എന്നായിരുന്നു മറ്റൊരു വിമർശനം. സ്പീക്കർ AN ഷംസീറിനും ബഷീർ പ്രസംഗത്തിലൂടെ വയറ് നിറച്ചു തന്നെ കൊടുത്തു. സഭയിൽ MLA മാത്രമായിരുന്ന ഷംസീർ തനിക്ക് നേരെ തിരിഞ്ഞപ്പോൾ തന്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ലെന്നും ചേച്ചിയെ കാണിച്ച് അനിയത്തിക്ക് കല്യാണം ആലോചിക്കുന്ന ഏർപ്പാടാണ് CPM നടത്തിയതെന്നും ഷംസീറിനെ ഓർമ്മിപ്പിച്ചതായി ബഷീർ പറഞ്ഞു. സീനിയറായ ഷംസീർ നിൽക്കുമ്പോൾ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു തന്റെ പ്രസംഗമെന്നും ബഷീർ പറഞ്ഞു. അതിന്റെ ബാക്കിയായിട്ടാണ് ഷംസീറിനെ CPM സ്പീക്കർ ആക്കിയതെന്നും അതിന്റെ നന്ദി ഷംസീറിന് തന്നോടുണ്ടെന്നും ബഷീർ പറഞ്ഞു. ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഒരു പോലീസുകാരൻ പോത്തിന് അറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. പോത്തന്നെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അവിടെ നിൽക്കണം നോക്കി. ഷാഫി പറമ്പിൽ DYSP-ന്റെ അടുത്ത് നിൽക്കുക. എന്നിട്ട് ആ DYSP-ക്ക് MP അറിയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സമര മുഖത്ത് വരുമ്പോൾ അതിന്റെ നേതാക്കന്മാര് എന്തിനാ നമ്മളൊക്കെ മുന്നിൽ നിർത്തുന്നത്? എന്താ അറിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് വേറൊരുത്തിനെ കൊണ്ട് ഓരോ ഷാഫി പറയാണ് മൂർത്താക്കാണ് അടിപരണ്ടത്. അത് മാറിയോട് കഴിച്ചില്ലായി. അറിയങ്ങള് ഇവർക്ക് എന്താ വെച്ചാല് ഒന്ന് നമ്മൾ രാഹുൽ വാങ്ങോട്ടും, ഒന്ന് ഷാഫി, ഒന്ന് ഫിറോസ്, ഇവരെ കൊണ്ട് തകർക്കുക. എന്നിട്ട് ആ യുവജന നേരെ ഇല്ലാതെയാക്കുക. ഇവർക്ക് ഇങ്ങക്ക് അങ്ങനെ ഗ്ലാമറിൽ ആൾക്കാരെ കിട്ടാതെ ഞങ്ങളത് കാട്ടാനാണ്. കട്ടിലാണ് സുമ്മട്ടണികൾ. അല്ല എന്താ ചെയ്യാ? നമ്മള് പറയാം നിങ്ങളത് ആലോചിച്ചു. ഇവരിങ്ങനെ ഓരോരുത്തരാളെ പേരിന്റെ കേസ്. ഞാൻ ഇന്നലെ രാഹുലിനെ കണ്ടില്ല, വാങ്ങൂടെ കണ്ടു. നല്ല ചൊറുക്കായിരുന്നു, നല്ല ഉഷാറായി. എന്താ ഉഷാറായി ചോദിച്ചു. അതിന് ബഷീർക്ക് അവർ പരാതിയില്ലല്ലോ. അതിന് എന്റെ ധൈര്യം എന്താണ്? ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേസ് ഉണ്ടാക്കുക. എല്ലാവർക്കും ഉണ്ടാവില്ല, കുട്ടികളും മക്കളൊക്കെ കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇവരെങ്ങനെ പറഞ്ഞെടുക്കാം. നിങ്ങളൊക്കെ നിങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ബാക്കിയുള്ള ഇങ്ങനെ ഇതാക്കുക. നിങ്ങള് അല്ലെ നിങ്ങളെ അങ്ങനെ എല്ലാരും കൂടി തേമാൻ നടക്കണ്ട. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ തേമാൻ നടന്ന അല്ലെങ്കിൽ മോശക്കാരാക്കാൻ നടക്കണ്ട. നിങ്ങള് ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടൊക്കെ വേണം. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ ഓരോരുത്തരാളെ ഭാവി നശിപ്പിക്കുക, അവരെ കുടുംബജീവിതം നശിപ്പിക്കുക, വീട്ടിലുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നിങ്ങളങ്ങനെ പറയലുണ്ടല്ലോ അസംബ്ലിയിൽ. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയാൽ നിങ്ങൾ പണ്ട് ആരൊക്കെ പറഞ്ഞു? നിങ്ങളുടെ പണ്ട് K. കരുണാകരൻ സാറിന് എന്തൊക്കെ പറഞ്ഞിന്, മുരളീൻ എന്തൊക്കെ പറഞ്ഞിന്, പത്മജൻ എന്തൊക്കെ പറഞ്ഞിന് അത് അധികാരത്തിൽ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇപ്പൊ മക്കളെ കുട്ടികളും മരുക്കളും അഞ്ചന്മാരും ഏട്ടന്മാരും ഒക്കെ ഇതിന് മാന്തല്ലേ? ഇതേ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടോ? നിങ്ങളത് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കാര്യങ്ങൾ അറിയണം. ഈ കമ്മ്യൂണിസ്റ്റുകാരനോട് പണ്ട് E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ഫസ്റ്റ് കന്നി MLA ആയിട്ട് വന്നപ്പോൾ സിദ്ദീഖ് സാഹിബ് E.T. ബഷീർ സാഹിബ് നമ്മളെ വാപ്പാന്റെ പുസ്തകത്തിൽ ഒരു വാപ്പാനെ പറ്റി എഴുതിയിട്ടുണ്ട്. മൂപ്പര് അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കന്നി MLA ആയപ്പോൾ സാധാരണ ഇപ്പം സിദ്ദീഖ് ആയാലും ഞാനൊക്കെ ആയാലും ഫസ്റ്റ് MLA ആകുമ്പോൾ ഈ അസംബ്ലിയിൽ മൈതാന പ്രസംഗം രണ്ടു ഉള്ളിൽ നേർക്കുന്നേരെയാണല്ലോ. അപ്പൊ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ. അങ്ങനെ E.T. ബഷീർ സാഹിബ് ഇങ്ങനെ ലൈബ്രറി ഇരിക്കുമ്പോൾ വാപ്പ ചോദിച്ചു എന്തേ ചോദിച്ചു. അല്ല നാളെ അസംബ്ലി പ്രസംഗം ഉണ്ട്. അപ്പൊ വാപ്പ പറഞ്ഞു അനക്കണ്ട കാറ്റ് വെച്ചു. കമ്മ്യൂണിസ്റ്റുകാരോട് ഭേദം ഓതിയിട്ട് കാര്യമില്ല. ഓന്റെ മർമ്മത്ത് കൊടുത്താലും ഓൻ പഠിച്ചോളൂട്ടോ. അല്ല അത് ഓനോട് തത്വം പറയണ്ടോ. അതാണല്ലത്. സിദ്ദീഖൊക്കെ ചിലപ്പോ ഇങ്ങനെ വടിവത്ത ഭാഷയിലൊക്കെ പറയും. എനിക്കാണെങ്കിൽ അതൊന്നും പറഞ്ഞാണ്ട് വരൂല്ല. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ചിലതെന്താ ചിലതൊക്കെ കൊടുക്കേ പറ്റുള്ളൂ. ഞാനൊരു അസംബ്ലിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഷംസീർ ഇന്നിങ്ങനെ സ്പീക്കറാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഷംസീറെ ഇന്നോട് കുയിന്ത് കാട്ടിയിട്ട് കാര്യമില്ല. ഏട്ടത്തിനെ നിർത്തി അഞ്ചത്തിക്ക് കല്യാണം ആലോചിച്ചിട്ട് ഇന്നോട് എന്താ പറഞ്ഞിട്ട് കാര്യം ചോദിച്ചാ. കാരണം റിയാസിനെ മന്ത്രിയാക്കി ഓനെ മന്ത്രിയായില്ല. പക്ഷെ ഇന്റെ കൊണ്ട് എന്താ സ്പീക്കർ സ്ഥാനം കിട്ടും.